നരത്വം ദേവത്വം നഗവനമൃഗത്വം മശകത പശുത്വം കീടത്വം ഭവതു വിഹഗത്വാദിജനനം സദാ ത്വത്പാദാബ്ജസ്മരണ പരമാനന്ദലഹരീ വികാരാസക്തഞ്ചേൻ ഹൃദയമിഹ കിം തേന വപുഷാ. നമസ്കാരം. സന്ധ്യാവന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, തിങ്കളാഴ്ച ശിവന് പ്രാധാന്യമുള്ള ദിവസമായി സാധാരണ ഗണിക്കപ്പെടുന്നു. അതിനാ ശിവനെ പറ്റിയുള്ള ഒരു ശ്ലോകം ആവാം എന്ന് കരുതി ശിവാനന്ദലഹരി, ശങ്കരാചാര്യരുടെ ശിവാനന്ദലഹരിയിലെ 10ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. അതിൽ ആചാര്യസ്വാമികൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ജന്മമല്ല ഒരാളുടെ ശ്രേഷ്ഠതയ്ക്ക് കാരണം, മറിച്ച് ഭഗവത് പാദപത്മത്തിലുള്ള ഭക്തി, ഈശ്വരവിശ്വാസം, ഇതാണ് മേന്മയ്ക്ക് കാരണം എന്ന് അദ്ദേഹം എടുത്തു കാണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. നരത്വം ദേവത്വം നഗവനമൃഗത്വം മശകത പശുത്വം കീടത്വം ഭവതു. ഏത് തരത്തിലുള്ള ജന്മമായാലും ആയിക്കോട്ടെ, മനുഷ്യനാവാം, ദേവനാവാം, പിന്നെ ആന, പർവ്വതങ്ങൾ, നഗ എന്ന് പറഞ്ഞാൽ പർവ്വതമാണ് കേട്ടോ. നഗ വനമൃഗത്വം, പർവ്വതങ്ങളിൽ കൂടെ അവിടെ വസിക്കുന്ന ചില മൃഗങ്ങൾ, പർവ്വത ആയിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള ചില മൃഗങ്ങൾ. പിന്നെയോ മശകത, ഈച്ചയോ അങ്ങനെയുള്ള കീടങ്ങളോ ആയിക്കോട്ടെ. പശുത്വം എന്ന് പറഞ്ഞാൽ, നമ്മൾ സംസ്കൃതത്തിലത്തെ പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നർത്ഥമാണ്. പക്ഷെ ചിലപ്പോൾ പശു എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലും പശുവാക്ക് പ്രയോഗിച്ച് കാണുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പം മൃഗത്വം എന്ന് നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും മൃഗം എന്നുള്ള അർത്ഥം വരാൻ വഴിയില്ല. അതുകൊണ്ട് പശു എന്ന് എടുക്കാം. പശു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ മൃഗം എന്ന അർത്ഥമേ ഉള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന പശു അല്ല ശരിക്ക്. പക്ഷെ ഇവിടെ പശു ആവാനാണ് സന്ദർഭപ്രകാരം തോന്നുന്നത്. കാരണം നേരത്തെ മൃഗത്വം എന്ന് പറഞ്ഞു. കീടത്വം, എത്ര താഴ്ന്ന കീടമായാലും ഭവതു ആവട്ടെ, ഏത് തരത്തിലുള്ള ജന്മമായാലും. അതുപോലെ വിഹത്വാദി ജനനം, വിഹ എന്ന് പറഞ്ഞാൽ പക്ഷിയായിക്കോട്ടെ. സദാ ത്വൽപാദാബ്ജസ്മരണ പരമാനന്ദലഹരി, അല്ലേ ശങ്കര, പശുപതേ, സർവേശ്വര, അങ്ങയുടെ പാദപത്മത്തിലുള്ളതായിരിക്കുന്ന ഭക്തി ഉണ്ടെങ്കിൽ ഈ ജന്മത്തിനെ കൊണ്ടൊന്നും ഒരു പോരായ്മയില്ല എന്ന് പറയുകയാണ്. മനുഷ്യനും ദേവനും ഉയർന്ന ജന്മമാണ്, മറ്റതൊക്കെ താണ ജന്മമാണ് എന്നൊന്നും കണക്കാക്കേണ്ടതില്ല. ഇതിൽ മനുഷ്യനും ദേവനും കുറച്ച് ഉയർന്നതാണ്. നരത്വം ദേവത്വം അതല്ലാത്തതായ ഏത് താണ ജന്മവും ഒരു തരത്തിലുള്ള കുറവും ഉള്ളതല്ല. എങ്ങനെയാണെങ്കിൽ ത്വൽപാദാബ്ജസ്മരണ പരമാനന്ദലഹരി, ഭഗവത് പാദപത്മത്തിൽ ഭക്തി ഉണ്ടെങ്കിൽ എന്ന് പറയാണ്. വിഹാരാസക്തഞ്ചേ ഹൃദയമിഹയ്ക്കും തേന വപുഷ, ഹൃദയത്തിൽ ഭക്തി ഉണ്ടെങ്കിൽ ആ പരമാനന്ദ ഭക്തിയാകുന്ന പ്രവാഹത്തിൽ അങ്ങനെ കുളിച്ച് അതിൽ തൽപരനായിട്ടോ അല്ലെങ്കിൽ തൽപരമായിട്ടോ ഇരിക്കുകയാണെങ്കിൽ എത്ര താഴ്ന്ന ജന്മമായാലും എന്ത് കുഴപ്പമോ കുറവോ ഉണ്ടാവാനാണ്. അപ്പം ഇവിടെ പറഞ്ഞു, പക്ഷി, കീടം, മറ്റ് മൃഗം, അങ്ങനത്തെ ജന്മത്തിലൊക്കെ ഭക്തി ഉണ്ടാവുമോ? ഉത്തരം ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ബഹവോ മൽപദം പ്രാപ്ത ത്വാഷ്ട്രകായാതവാദയ. ത്വഷ്ടാവിൻ്റെ പുത്രനായിരിക്കുന്ന വൃത്രൻ ആസുരനാണ് ശരിക്ക്. എത്ര വലിയ ഭക്തനായിരുന്നു. കഥയിലേക്ക് കിടന്നാൽ കുറേ പറയാനുണ്ട്. ഇന്ദ്രന് പോലും ഉപദേശം കൊടുക്കാനുള്ള അർഹത, യോഗ്യത ഉണ്ടായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് ചിത്രീകരിക്കുന്നത് അസുരനായിട്ടുള്ള വൃത്രാസുരൻ. കയാതുവിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ എവിടേക്ക് എത്തി? ത്രിലോക ചക്രവർത്തിയായിട്ടുള്ള അച്ഛനായ ഹിരണ്യകശിപുവിനെ ഒട്ടും പേടിച്ചില്ല. കാരണം ഭഗവാനിലുള്ള വിശ്വാസം കാരണം. ആ ഹിരണ്യകശിപുവിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല 5 വയസ്സായിട്ടുള്ള കുട്ടിയുടെ. അപ്പോൾ എന്താ കാരണം? ഭക്തി. കായാതവാദയ വൃഷപർവ ബലിർ ബാണോ
അതുപോലെ വൃഷപർവാവ് അസുരനായിട്ടുള്ളതായിട്ടുള്ള ഭക്തിയുടെ ഉദാഹരണമായിട്ട് പറയും. മഹാബലി, ബാണൻ, ശിവഭക്തനായിരുന്നു ബാണൻ, അങ്ങനെ കഥ കൊണ്ടുപോവുക. ശിവഭക്തൻ. മയശ്ചാത വിഭീഷണൻ രാക്ഷസനാണ്, രാവണ സഹോദരനാണെങ്കിലും ഭക്തിയുടെ ഏറ്റവും ഉയർന്ന ഭാവത്തിലായതുകൊണ്ട് തൻ്റെ ശക്തനായിട്ടുള്ള സഹോദരനെ പോലും തോൽപ്പിച്ച് എന്താക്കി, ലങ്കയിലത്തെ രാജാവായി. ആക്രമിച്ചിട്ടല്ല, ഏട്ടനെ ദ്രോഹിച്ചിട്ടല്ല, ഒന്നുമല്ല. ഏട്ടൻ്റെ നാശത്തിൻ്റെ കുഴി ഏട്ടൻ തന്നെ തോണ്ടുകയാണ് ഉണ്ടായത് അല്ലേ. സ്വയം നശിച്ചു. ലങ്ക രാജാവില്ലാതെ ആയി തീരാൻ പാടുമോ? അതുകൊണ്ട് ഭഗവാൻ അവരോധിച്ചു എന്നല്ലാണ്ട് ഏട്ടനെ തോൽപ്പിക്കുകയോ ദ്രോഹിക്കുകയോ തട്ടിപ്പറിച്ചെടുക്കുകയോ വിഭീഷണൻ ചെയ്തിട്ടില്ല. എനിക്ക് ലങ്കാരാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. ശ്രീരാമചന്ദ്രൻ ലങ്കയ്ക്ക് പറ്റിയിട്ടുള്ള ആൾ വിഭീഷണനാണെന്ന് പറഞ്ഞ് അവരോധിക്കുകയാണ്, അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അവന് വേണ്ടാന്ന് പറയാൻ നിർത്തില്ല, ഭഗവാൻ തരികയല്ലേ. മാത്രമല്ല ഏട്ടനില്ല, പിന്നെ ഒരാൾ ഭരിക്കണം, പിന്നെ താനാണ് അവകാശി എന്നുള്ള നിലയ്ക്ക്, അല്ലാണ്ട് താനത് ആവശ്യപ്പെട്ട് തട്ടിപ്പറിച്ച് നേടിയതല്ല. അതാണ് വിഭീഷണൻ സാത്വികമായിട്ടുള്ളൊരു പ്രതീകമായിട്ടാണ് കാണിക്കുന്നത് എന്ന് പറയാനുള്ള കാരണം. ഇപ്പോൾ ഒരു രാക്ഷസന്മാരുണ്ട്, പക്ഷികളാണ് ജഡായു. പ്രഹ്ലാദൻ തൻ്റെ കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ജഡായു പക്ഷിയാണ്, ഹനുമാൻ മൃഗമാണ്. ഇവരൊക്കെ രാമഭക്തി കൊണ്ടും കൃഷ്ണഭക്തി കൊണ്ടും ഈശ്വരപ്രാപ്തി അടഞ്ഞവരാണ്. ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരുണ്ട് നോക്കൂ. പക്ഷിയാണ് ജഡായു, 4 കാലും വാലുമില്ല, വാനരവംശം, കിംപുരുഷ വംശത്തിൽപ്പെട്ട വാനരവംശമാണ് ഹനുമാൻ. ശബരിയോ താണ ജന്മത്തിലാണ് അല്ലേ. ഗോപികളോ പാലും തൈരും വിറ്റ് നടക്കണവരാണ്. പഠിച്ചിട്ടില്ല, വേദമില്ല, ശാസ്ത്രമില്ല, ഒന്നും അറിയില്ല, അവർക്ക് തപസ്സുമില്ല. കൃഷ്ണ ഹരേ നാരായണ ഗോവിന്ദ ഗോവിന്ദ ദാമോദര മാധവ എന്ന് വിളിക്കാൻ മാത്രമേ അവർക്ക് അറിഞ്ഞുള്ളൂ. അതുകൊണ്ട് അവർ എവിടെ എത്തി? ശിവനേക്കാട്ടിലും ബ്രഹ്മാവിനേക്കാളും ഉയർന്ന പദവിയിലാക്കി തീർത്തു ഭഗവാൻ. അപ്പോൾ ഉയർന്ന ജന്മം വേണ്ട, കുറേ അറിവ് വേണ്ട, തപസ് വേണ്ട, മനസ്സിൽ ഭഗവാനെ കിട്ടണം എന്നൊരു ഉത്കടം ആഗ്രഹം മാത്രം മതി. എനിക്ക് ഭഗവാനല്ലാണ്ട് വേറെ ആശ്രയമില്ല, എനിക്കൊന്നോട്ട് അറിയില്ല. ആ അറിയില്ല എന്ന അറിവൊരു വലിയ അറിവാണ്. അറിയില്ല എന്ന് സമ്മതിച്ചല്ലോ ഭഗവാന്റെ മുമ്പിൽ, ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും എന്നാണ്. അപ്പോൾ ഇങ്ങനെ എത്ര താഴ്ന്ന ജന്മമായിക്കോട്ടെ, ഇവിടെ പറയണ സർവേശ്വര പരമേശ്വര ശംഭോ, ആ പാദവൽപ്പത്തിലുള്ളൊരു ഭക്തനാക്കിയിട്ട് എന്നെ മാറ്റുകയാണെങ്കിൽ ഞാൻ ഏത് ജന്മം സ്വീകരിക്കാൻ തയ്യാറാണ്. തവളയുടെ ജന്മമാണോ? ശിവക്ഷേത്രത്തിൽ തോവിൻ്റെ ഉള്ളിലൊരു തവളയായിട്ട് എന്നെ മാറ്റൂ. അഭിഷേക ജലം എനിക്ക് ഏറ്റുവാങ്ങാമല്ലോ. നമ ശിവായ വല്ലവരും ചെല്ലണത് എൻ്റെ ചെവി കൊണ്ട് കേൾക്കാമല്ലോ. അഥവാ ഒരു കാതസ്പർശം ഏൽക്കുകയാണെങ്കിൽ ശിവഭക്തൻ്റെ കാതസ്പർശം എനിക്ക് കേൾക്കാമല്ലോ. ഏത് താണ ജന്മമായാലും ഞാൻ പ്രശ്നമില്ല. എത്ര കുത്രാഭി വസിച്ചീടിലും തൊൽപദ തളിരിണ തന്നിൽ മുടങ്ങാത്ത ഭക്തി ഉണ്ടാവണമെന്ന് അഹല്യ പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. ഇത് ജന്മമായിക്കോട്ടെ, എവിടെ വസിച്ചോട്ടെ, ഉയർന്ന ജന്മം ഉണ്ടായി ഭക്തി ഇല്ലെങ്കിലോ വല്ല കാര്യമുണ്ടോ? ഹിരണ്യകശിപു ചക്രവർത്തിയായിരുന്നു, വല്ല കാര്യമുണ്ടോ? നാശം നേരിട്ടു. രാവണൻ എല്ലാവരെയും തോൽപ്പിച്ചു, യമനെ തോൽപ്പിച്ചു, കുബേരനെ തോൽപ്പിച്ചു, തൻ്റെ സഹോദരനായിട്ടുള്ള കുബേരനെ തോൽപ്പിച്ചു. പുഷ്കവിമാനം കൈക്കലാക്കിയിട്ട് എന്തേണ്ടായി? ദയനീയമായിട്ട് മരിച്ചു വീഴേണ്ടി വന്നു. ഉയർന്ന ജന്മമായിട്ടൊന്നും കാര്യമില്ല, താണ ജന്മമായതുകൊണ്ട് കുഴപ്പമില്ല. സർവേശ്വര ആ പാദപത്മത്തിലുള്ള ഭക്തി എനിക്കുണ്ടായാൽ ഞാൻ പിന്നെ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയണം. അപ്പം അങ്ങനെയുള്ളവരുടെ എല്ലാവിധ യോഗക്ഷേമങ്ങളും ആരെ ഏറ്റെടുക്കും? ഭഗവാൻ ഏറ്റെടുക്കും. കാരണം ഭഗവാൻ സുഗ്രീവോ ഹനുമാൻ ഋക്ഷോ ഗജോ ഗൃത്രോ, ഗജേന്ദ്രൻ ആനയായിരുന്നു ഗജേന്ദ്രൻ അല്ലേ. എന്നിട്ട് എന്തായി? താമരപ്പൂ കൊണ്ട് അർച്ചിച്ചിട്ട് ഭഗവാൻ വന്നു, മോക്ഷം കൊടുത്ത് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. ഗജോ ഗൃത്രോ അതാണ് ജഡായു. വണിക്പദ, അതായത് മധുരയിൽ പോയ സമയത്ത് അവിടെ ചില ആൾക്കാരുണ്ടായിരുന്നു, കച്ചവടക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. അതുപോലെ തന്നെ കുബ്ജ മുതലായിട്ടുള്ളവരൊക്കെയും വ്യാധകുബ്ജ വേടൻ, വ്രജേ ഗോപ്യോ യജ്ഞപത്നിയസ്തദാവരെ, ബ്രാഹ്മണപത്നിമാരായിട്ട് ചില വിപ്രപത്നി അനുഗ്രഹ ലീല എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അവരും ഭഗവാന് അവരുടെ ഭക്ഷണം സമർപ്പിച്ച് അനുഗ്രഹം നേടി. വിപ്രപത്നി അനുഗ്രഹ ലീല. അപ്പോൾ വിപ്രന്മാരായിക്കോട്ടെ, വിപ്രപത്നിമാരായിക്കോട്ടെ, അതുപോലെ തന്നെ ഹനുമാനാവട്ടെ, സുഗ്രീവനോ ഗജേന്ദ്രനോ ആരായാലും ഭക്തിയാണ് വേണ്ടത് എന്ന് ഭഗവാൻ തന്നെ ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശത്തിൽ പറഞ്ഞു. അത് വേറൊരു തരത്തിൽ ഇതാ ഇവിടെയും പറഞ്ഞിരിക്കുന്നു. എൻ്റെ ഹൃദയം പശുപതേ സർവേശ്വര ശംഭോ, അങ്ങയുടെ പാദപത്മത്തിൽ ഉറച്ചാൽ മതി. ഏത് ജന്മമായാലും എനിക്ക് യാതൊരു ആക്ഷേപമോ സങ്കടമോ പോരായ്മ എന്ന തോന്നലോ ഇല്ല
അതാണ് നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയുടെ ആ മാഹാത്മ്യം. പരമേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ശങ്കരാചാര്യസ്വാമികൾ. നരത്വം, ദേവത്വം, നഗവനമൃഗത്വം, മശകത, പശുത്വം, കീടത്വം ഭവതു വിഹഗത്വാദിജനനം തഥാ സദാ ത്വൽപാദാബ്ജസ്മരണ പരമാനന്ദലഹരീ വിഹാരാസക്തഞ്ചേൻ ഹൃദയമിഹ കിം തേന വപുഷാ. നല്ലൊരു സന്ധ്യ എല്ലാവർക്കും ആശംസിക്കുന്നു. നമസ്കാരം.